ഇന്നത്തെ വീഡിയോ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. ഇന്ന് ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ, എൻ്റെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഇന്നത്തെ കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച ഒരു ബർത്ത്ഡേ വ്ളോഗ്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ജേർണി. ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ വീഡിയോൻ്റെ ഇൻട്രോ ചെയ്യുന്നത് ക്യാമറ നോക്കി സംസാരിച്ചിട്ടാണ്. ഇതിപ്പോൾ കുറേ ട്രയൽ പോയിട്ടാണ്, കുറേ പ്രാവശ്യം സംസാരിച്ചിട്ടാണ് കുറച്ചൊന്നൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്തത്. ഇത് കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബർത്ത്ഡേൻ്റെ അന്നോട്ടാണ് ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്ത പോലെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ വർഷം. മൈൻഡിൽ കുറേ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മൈൻഡിൽ കുറേ ഡ്രീംസ് ഉണ്ട് അച്ചീവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ഇൻട്രൊഡക്ഷൻ, അതായത് ഇങ്ങനെ ഡയറക്റ്റ് ക്യാമറ നോക്കി സംസാരിച്ചിട്ടുള്ള ഇൻട്രോ കൊടുക്കുന്നത് തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ്, ക്യാമറ നോക്കി സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യണമെന്നൊരു ആ ഒരു സ്കില്ല് ബിൽഡ് ചെയ്തെടുക്കണം. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം എനിക്കുള്ളത്. അത് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെയാണ്. കുറേ പ്രാവശ്യം സംസാരിച്ച് ഇപ്പോൾ സെറ്റായി. ഇപ്പോൾ കുഴപ്പമില്ല. ഇത് ഗ്രാജുവലി അത് ഇമ്പ്രൂവ് ആക്കി എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പം ഞാനിങ്ങനെ ഒന്ന് കോൺഷ്യസ് ആവും. ചിലപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. അതായത് കണ്ടിന്യൂസ്ലി അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വ്ളോഗ്സിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ ചെയ്യാം. ഇതൊക്കെ ഞാൻ ഇൻട്രോ എടുത്തതൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ എടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ രാവിലെ എണീറ്റ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം എടുക്കുന്നതാണ് ഈ വീഡിയോസൊക്കെ. ഇതിനു മുന്നേ, അതായത് ഇന്നലെ രാത്രിയിലൊക്കെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ചെറിയ രീതിയിൽ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡും ഫ്രണ്ട്സും ഇവരൊക്കെ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല, വലിയ ഗിഫ്റ്റ്സ്. എന്നെ സംബന്ധിച്ച് വലിയ ഗിഫ്റ്റ്സ് ആണ് അതെല്ലാം. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെറുങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഈ വരുന്ന രണ്ടാൾക്കാരെ ചിലപ്പം അറിയാൻ പറ്റുമായിരിക്കും. നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ് ഇവർ രണ്ടുപേരും. ഒരു 11:30 വരെയൊക്കെ ഇവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഉറങ്ങാൻ സമയമൊക്കെ ആയി എന്ന് പറഞ്ഞ് പോയി. 12 മണി കൃത്യമാകുമ്പോഴത്തേക്ക് രണ്ടുപേരും വന്നു, എനിക്കുള്ള കേക്കും ഗിഫ്റ്റ്സും ഒക്കെ ആയിട്ട്. നിത്തു എനിക്ക് തരാനുള്ള ഗിഫ്റ്റും അവരുടെ കയ്യിൽ തന്നെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കേക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇത് എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നാസി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കേക്കാണ്. ഈ ഒരു ഹാമ്പറും അങ്ങനെ തന്നെയാണ്. എനിക്ക് വേണ്ടി അവൾ നോക്കിയെടുത്ത് സെറ്റ് ചെയ്ത് തന്നതാണ്. നിത്തു എനിക്കായിട്ട് വാങ്ങിയ ഗിഫ്റ്റാണ് ഈ തരുന്നത്. ഈ കിട്ടിയ ഗിഫ്റ്റുകളൊക്കെയും എന്താണെന്നുള്ളത് ഞാൻ വീഡിയോന്റെ അവസാനം ഇൻക്ലൂഡ് ചെയ്യാം. നിത്തു തന്നിട്ടുള്ള ഈ ഒരു ഗിഫ്റ്റും എനിക്ക് അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട്, എൻ്റെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഇന്ന് ഒന്ന് നന്നായിട്ട് ഒരുങ്ങി ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു.
ഒരു ബർത്ത്ഡേ വ്ലോഗ് പോലെ. ആ മൊമെൻറ്റ്സൊക്കെ എനിക്ക് പിന്നീട് എടുത്ത് നോക്കുമ്പം കാണാൻ എൻ്റെ ഒരു പേഴ്സണൽ ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യുന്നതാണ്. രാവിലെ എണീറ്റപാടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഹാളിലെ വിൻഡോയിലെ കൂടി സൺലൈറ്റ് കിട്ടുന്ന രാവിലെ കുറച്ച് നേരം മാത്രം, ഒരു 8:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ആ സൺലൈറ്റ് പോവും. അപ്പോൾ ആ സൺലൈറ്റ് ഉള്ള സമയത്ത് തന്നെ എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു. ഞാൻ പുതിയ ചെയ്യുന്ന ഒരു വർക്കിൻ്റെ നല്ല വെളിച്ചത്തിൽ തന്നെ എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ ആ പണി തീർക്കാനൊക്കെ ആയിട്ട് കുറച്ച് സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഒന്ന് കുളിച്ച് റെഡിയായി വന്നിരിക്കുന്നത്. അപ്പോൾ റെഡി ആയതിന് ശേഷം ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു വേഷത്തിൽ ഞാൻ ഫസ്റ്റത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു വേഷത്തിൽ. അപ്പോൾ നമുക്ക് അതും കൂടി കണ്ടിട്ട് വരാം. നമുക്ക് ഡേ സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഇന്നത്തെ രാവിലെ തൊട്ട് മോർണിംഗ് തൊട്ടുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് കണ്ടുവരാം. പുതിയൊരു വർക്കാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വറി സ്റ്റോൺസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണിത്. ശരിക്കും പണ്ട് മുതലൊക്കെ സ്മൂത്ത് ആയിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്ത് വന്നിരുന്നത്. ഞാൻ റെഫറൻസസ് നോക്കിയപ്പം അത് സെറാമിക്കിലും ക്ലേയിലും ഒക്കെ ചെയ്യുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ ക്ലേയിൽ ഞാനൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്ന് ചെയ്ത് നോക്കുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും പിൻട്രസ്റ്റിലൊക്കെയാണ് ഇതിൻ്റെ റെഫറൻസസ് കണ്ടിട്ടുള്ളത്. ആ കണ്ട സംഭവം സെയിം തന്നെ കോപ്പി ചെയ്യാതെ എൻ്റെ ഐഡിയാസിൽ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നുള്ളത്. എന്തായാലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് നന്നായിട്ട് ഒരുങ്ങാം. ഇതിപ്പോൾ രാവിലെ എണീറ്റ കോലത്തിലാണുള്ളത്. ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് ഭംഗിയായിട്ട് വരാം. ഇന്നലെ ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് കേക്ക് അങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പം ചെറുതായിട്ട് കഴിക്കാൻ പറ്റിയതേ ഉള്ളൂ. ബാക്കിയുള്ളത് രണ്ടിടത്തേക്കും സ്പ്ലിറ്റ് ചെയ്തിട്ടെടുത്തു. ഓവർ സ്വീറ്റ് അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മടുക്കാത്ത രീതിയിൽ കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഷുഗർ കട്ട് ചെയ്യണമെന്നൊക്കെ എപ്പോഴും പ്ലാൻ ചെയ്യുമെങ്കിലും എന്നെക്കൊണ്ട് തീരെ പറ്റാത്തൊരു കാര്യവും അത് തന്നെയാണ്. ഇനി നമുക്ക് ഈ പരിപാടി മതിയാക്കി റെഡിയാവാൻ പോവാം. എൻ്റെ വർക്ക്സൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് പുറത്ത് പോകുന്നതൊക്കെ ഇപ്പോൾ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ ആവേശത്തിന് വാങ്ങിക്കൂട്ടിയ മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെയും അങ്ങനെ തന്നെ പൊടി പിടിച്ച് കിടക്കുകയാണ്. തീരെ യൂസ് ചെയ്തിട്ട് പോലും ഇല്ലാത്ത പ്രോഡക്റ്റ്സൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ നല്ല വിഷമത്തോടെയാണ് എടുത്ത് കളയാറും. വീട്ടിലിരിക്കുന്ന സമയത്ത് മാക്സിമം കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ എന്തെങ്കിലും പുതിയ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് വീഡിയോസ് എടുക്കാൻ വേണ്ടി അപ്പോഴാണ് നന്നായിട്ടൊന്ന് ഒരുങ്ങുക. ഇനി അങ്ങോട്ടേക്ക് യൂട്യൂബിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോങ് വീഡിയോസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, ഇപ്പോഴത്തെ ഒരാഗ്രഹം. ഇതിപ്പോൾ ഒരു ലോങ് വീഡിയോക്കുള്ള കോണ്ടൻറ്റ് ഷൂട്ട് ചെയ്യുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഒരു വലിയ ടാസ്ക് ആണെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് അത് ഭയങ്കര വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ ഒരു ഡേ ഇന്ന് ഡോക്യുമെൻ്റ് ചെയ്യാം എന്ന് വിചാരിച്ചതും. ഈ ഒരു ദിവസം നാട്ടിലായിരുന്നെങ്കിൽ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി വരായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ചെറുപ്പത്തിൽ ഈ അമ്പലത്തിൽ പോക്കൊക്കെ ഭയങ്കര മടിയുള്ള പരിപാടിയാണെങ്കിലും ഇപ്പം സത്യം പറഞ്ഞാൽ അത് നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് യൂസ് ചെയ്തതിൽ ഇഷ്ടം തോന്നിയൊരു ഫൗണ്ടേഷനാണ് നൈക്കയുടെ ഫൗണ്ടേഷൻ. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ട് പകുതി പോലും യൂസ് ചെയ്യാതെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് വെറുതെ കളഞ്ഞു. ഇനി വാങ്ങിയാലും അതേ അവസ്ഥ തന്നെ ആയിരിക്കും അറിഞ്ഞിട്ട് പോലും ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പം വീണ്ടും വാങ്ങി. മുന്നേ കോർപ്പറേറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് മസ്റ്റായിരുന്നു. അപ്പോൾ കുറേ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പിറന്നാളൊക്കെ ആയതുകൊണ്ട് ഒന്നിനൊരു കുറവ് വരുത്തുന്നില്ല. കയ്യിലുള്ള സാധനങ്ങളെല്ലാം നല്ല പോലെ യൂസ് ചെയ്യാം. ഈ ഒരു മസ്കാര നല്ലതാണ്, മെയ്ബിലിൻ്റെ ആണ്. ഐബ്രോസ് നോർമലി സെറ്റ് ചെയ്യാറുള്ള ആ ഒരു പെൻസിൽ ഒടിഞ്ഞുപോയി. അപ്പോൾ ഞാൻ ഒരു കാജൽ വെച്ചിട്ട് ഒന്ന് ഒപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഫൗണ്ടേഷനും മസ്കാരയൊന്നും അങ്ങനെ സ്ഥിരം യൂസ് ചെയ്തില്ലെങ്കിലും ഐബ്രോസ് ഷേപ്പ് ചെയ്യുന്ന ഈ ഒരു പെൻസിലും പിന്നെ കാജലും എന്തായാലും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ ലിപ്സ്റ്റിക് ആയാലും മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. ഈ ഒരു ഐബ്രോ പെൻസിലാണ് എൻ്റെ കയ്യിൽ നിന്ന് ഒടിഞ്ഞു പോയത്, താഴെ വീണതാണ് അറിയാണ്ട്. ഇത് പണ്ടത്തെ ഒരു നൊസ്റ്റ് വിചാരിച്ച് വാങ്ങിയതാണ് ഡാസ്ലറിൻ്റെ ഈ ഒരു ഐലൈനർ. ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ള ഔട്ട്ഫിറ്റ് ഇതാണ്. ഒരു കുർത്തി, നല്ല കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് നെത്തു വാങ്ങി തന്ന ഗിഫ്റ്റാണ്. ഇതെനിക്ക് ഭയങ്കര അത്യാവശ്യമായിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു.
ഈ സാൻഡിസ്കിൻ്റെ തന്നെ 256 GB ആണ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മൾ ഈ റെഗുലറായിട്ട് വീഡിയോസ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളായി പോകും. എൻ്റെ ഫോണിൻ്റെ മെയിൻ പ്രശ്നമാണ്. എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ലോങ് വീഡിയോസ് എടുക്കാൻ പറ്റാത്തതും. ഞാൻ അങ്ങനെ ലോങ് വീഡിയോസ് എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഈ സ്റ്റോറേജ് ഫുള്ളാവുന്നതിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ എങ്ങനെ പെൻഡിങ്ങിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി 1 TB ആണ് വരുന്നത്. ഈ ഒരു സമയത്ത് ഇത് കിട്ടിയത് എനിക്ക് വലിയ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത്. ഇതാണ് എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്ന ഗിഫ്റ്റ്. ഈ ഒരു ഹാമ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്താണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് ജാസ്മിൻ്റെ ഫ്രാഗ്രൻസ് ഉള്ള ഒരു ഹാൻഡ് ക്രീമാണ്. ഇനി ഇതൊരു സെൻറ്റഡ് ക്യാൻഡിലാണ്. ലാവൻഡറാണ് ഇതിൻ്റെ സ്മെല്ല് വരുന്നത്. ഇതും എനിക്ക് സത്യത്തിൽ ഭയങ്കര ഇഷ്ടമായി. ഇനി ഇതാണ് ഏറ്റവും തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ഈ ഒരു ജാറിൻ്റെ അകത്ത് കാണുന്നതൊക്കെയും ചിട്ടുകളാണ്. ഇത് സംഭവം എന്താ വെച്ചാൽ ഈ ഒരു കണ്ടെയ്നറിനകത്ത് ഇങ്ങനത്തെ കുറേ ചിട്ടുകളുണ്ടാവും. അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള കുറേ കോഡ്സും എഴുതിയിട്ടുണ്ട്. ഇത് അവൾ തന്നെ എഴുതി ഫോൾഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഓരോ ചിട്ടുകളും. ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തൊന്ന് പോസിറ്റീവ് ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും എന്നതാണ് ഉദ്ദേശം. ഇതൊരു ക്യൂട്ടായിട്ടുള്ള ഹെഡ് ബാൻഡാണ്. എപ്പോഴും എന്തെങ്കിലും ഷോപ്പിങ്ങിന് പോകുന്നുണ്ടെങ്കിലും പർച്ചേസിനായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് പോവാറ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നുള്ളതും എൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളതും അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് അഗെയിൻ ഒരു ഭംഗിയുള്ള ഫോൺ കവർ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിലെനിക്ക് ആക്ച്വലി ഭംഗിയില്ലാത്തത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാം ഒന്നിനൊന്ന് മെച്ചം അല്ലെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആവുന്ന നല്ല ഭംഗിയുള്ളതാണ് ഓരോന്നും. ഇതൊരു കുഞ്ഞു ഡയറിയാണ്. ഇതിലെനിക്ക് ടു ഡു ലിസ്റ്റൊക്കെ എഴുതാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇത് മിനിസോൻ്റെ ഒരു ഷീറ്റ് മാസ്ക് ആണ്. ഇതൊരു ഗ്രീറ്റിംഗ് കാർഡാണ്. ഇതിനകത്ത് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജും കൂടി എഴുതിയിട്ടുണ്ട്. ഇതും ഒരു ക്യൂട്ടായിട്ടുള്ള കളർ കോമ്പിനേഷനിൽ വരുന്ന ടംബ്ലറാണ്. എൻ്റെ ടേബിളിലൊക്കെ എസ്തെറ്റിക്കായിട്ട് വെക്കാൻ പറ്റിയൊരൈറ്റം. ഇത് അലക്കോസൈ ബ്രാൻഡിൻ്റെ സിനമൺ ഫ്ലേവറിൽ വരുന്ന ടീ ബാഗ്സ് ആണ്. ഇതും എനിക്ക് ഒരു പ്രാവശ്യം വാങ്ങി ടെസ്റ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ എപ്പോഴോ പറഞ്ഞു ഓർക്കുന്നുണ്ട്. അപ്പോൾ അവളത് ഓർത്തിട്ട് അത് ഈ ഒരു ഹാമ്പറിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ഫോട്ടോ ഫ്രെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചുണ്ടായ മൊമെൻറ്റ്സൊക്കെയും ഈ ഒരു ഫോട്ടോ ഫ്രെയിമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഹാമ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഗിഫ്റ്റുകൾ. എനിക്ക് ആ ഹാമ്പറിൽ നിന്ന് ഓരോ സാധനങ്ങളും ഇങ്ങനെ ഇളക്കിപ്പറിച്ച് വെക്കാൻ മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. അതങ്ങനെ തന്നെ വെക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അനിയത്തിയും ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്കൊരു ഡ്രസ്സും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അത് വെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അവർക്കതൊരു സന്തോഷമാവുമല്ലോ എന്ന് തോന്നിയിട്ട് അപ്പം തന്നെ വെയർ ചെയ്തു. ഈ വർഷത്തെ പിറന്നാളും അങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.